ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്കൊരു മീൻകറി തയ്യാറാക്കാം. അതിനായിട്ടൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 10 ചുവന്നുള്ളി കൂടി ചേർത്ത് കൊടുക്കണം. കൂടെ ഒരു 4 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കാം. 2 നുള്ള് പെരിഞ്ജീരകം കൂടി ചേർക്കാം. ഇനി ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് ഇത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ തേങ്ങ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കറി വെക്കുന്ന ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിലേക്ക് നല്ലപോലെ പഴുത്ത 2 തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി ചേർത്ത് കൊടുക്കാം. ഒരു സവാളയുടെ പകുതി ചെറിയ കഷ്ണങ്ങളാക്കിയത് കൂടി ഇതിലേക്ക് ചേർക്കാം. 4 പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കണം. ഇനി കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. രണ്ടര ടീസ്പൂൺ മുളക് പൊടിയാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ട് മുളക് പൊടിയുടെ അളവിൽ മാറ്റം വരുത്താവുന്നതാണ്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി കറിയിലേക്ക് ആവശ്യത്തിനുള്ള പുളി പിഴിഞ്ഞ് ഒഴിക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കറി നമുക്ക് സ്റ്റൗവിലേക്ക് മാറ്റാം. ഇപ്പോൾ കറി സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം. ഒരു 4-5 മിനിറ്റ് കഴിയുമ്പോഴേക്കും കറി തിളച്ച് തുടങ്ങും. തിളച്ച് തുടങ്ങിയാൽ ലോ ഫ്ലെയിമിൽ ആക്കി കൊടുക്കാം. തേങ്ങ നേരത്തെ ചേർത്തത് കൊണ്ട് പെട്ടെന്ന് തന്നെ തിളച്ച് തൂവും. അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ട് തന്നെ നല്ലപോലെ കുക്ക് ചെയ്തിട്ട് എടുക്കുക. ഒരു 15 മിനിറ്റോളം ലോ ഫ്ലെയിമിലിട്ടിട്ട് കറി നല്ലപോലെ കുക്ക് ചെയ്തിട്ട് എടുക്കണം. തക്കാളിയൊക്കെ നല്ലപോലെ വെന്ത് കറിയിൽ യോജിച്ച് ചേർന്നിട്ടുണ്ടാവണം. ഇപ്പം നല്ലപോലെ കറി വെന്ത് വന്നിട്ടുണ്ട്. തക്കാളിയൊക്കെ നല്ലപോലെ വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ മത്തിയാണ് എടുത്തിട്ടുള്ളത്. ഏത് മീൻ വേണമെങ്കിലും നമുക്കിതിൽ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീൻ നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. മീൻ ചേർത്തിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് 2-3-4 മിനിറ്റ് കൂടി കറി കുക്ക് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ മീൻ ചേർത്തതിന് ശേഷം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. 4 മിനിറ്റോളം നല്ലപോലെ തിളപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ മീനൊക്കെ വെന്തിട്ടുണ്ട് നല്ലപോലെ. നമ്മുടെ കറി ഏകദേശം റെഡിയായി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഫെമി ഫുഡ്സ് ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ വരുന്ന ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൂടി കൊടുത്തോളൂ. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. ഇപ്പം നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1/2 ടീസ്പൂൺ കടുക് കൂടി ചേർത്ത് കൊടുക്കാം. ഉലുവയും കടുകും ഒന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 2 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കണം. ഉള്ളി നല്ലപോലെ ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഉള്ളി നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം.
ഇപ്പം നമ്മുടെ മീൻകറി സെർവ് ചെയ്യാനായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.